തമിഴ് ബ്രാഹ്മിൺ കുടുംബ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സാറാ തോമസിൻ്റെ നർമ്മാണിപ്പുടവ. പഠനത്തിൽ മിടുക്കിയായിരുന്ന കനകത്തിന് തുടർന്നു പഠിക്കാനാവാതെ അവൾ വിവാഹിതയും അതിലുപരി വിധവാപട്ടവും തൻ്റെ യൗവനത്തിൽ ഏറ്റുവാങ്ങുന്നു. പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാത്ത കനകം പഠിക്കണമെന്നുള്ള ആശയവുമായി മുന്നോട്ട് വരുമ്പോൾ തൻ്റെ സഹോദരിയുടെ ഭർത്താവ് പണം നൽകി സഹായിക്കുന്നു. പട്ടണ പഠിത്തവും കഴിഞ്ഞ് തൻ്റെ സഹോദരിയുടെ കത്തിൽ ആശയമനുസരിച്ച് അവൾ അവയുടെ പക്കലെത്തുന്നു. കുത്തുവാക്കുകളും അവഗണനയും ഏറ്റുവാങ്ങാനാവാതെ അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവിടെ നിന്നും അവൾക്ക് ലഭിക്കുന്നത് തൻ്റെ സഹോദരിയുടെ മരണ വാർത്തയാണ്. പിന്നീട് തൻ്റെ സഹോദരിയുടെ മകൾ കാഞ്ചനിക്ക് താൻ മാത്രമുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി അവളെയും കൊണ്ട് പട്ടണത്തിലേക്ക് മടങ്ങുകയാണ് കനകം. പിന്നീടുള്ള ജീവിതം താൻ തൻ്റെ കാഞ്ചനിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. പിന്നീട് കനകം കാഞ്ചനയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ക്ലർക്കായി ജോലിക്കിടുന്നു. അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥനുമായി പ്രണയത്തിലായെങ്കിലും കാഞ്ചനയ്ക്ക് വേണ്ടി അവൾ അതെല്ലാം വേണ്ടെന്ന് വെക്കുന്നു. പക്ഷെ താൻ ജീവന് തുല്യം സ്നേഹിച്ച കാഞ്ചന അവൾക്കിഷ്ടപ്പെട്ട ആളോടുകൂടെ പടിയിറങ്ങുകയാണ്. സ്വപ്നങ്ങളാൽ സ്വർഗങ്ങൾ പണിയാൻ കാത്തിരുന്ന കാലം ഇന്ന് ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ മാത്രം. താങ്ങാനാവുന്നതിലേറെ ഭാരം പേറിയ ജീവിതത്തിൻ്റെ വൃത്തന്തം നൽകിയ ശൂന്യത, യാതൊന്നും നേടാനില്ലാത്ത, സർവവും നഷ്ടപ്പെട്ട തനി ശൂന്യനിലയിൽ അലയുന്ന ജീവിതത്തിൻ്റെ അതിസൂക്ഷ്മമായ ഇഴകളാൽ നെയ്തതാണ് ഈ നർമ്മാണിപ്പുടവ. ഇന്നും ഇത് വായനക്കാരുടെ മനസ്സിൽ അപൂർവ ചാരുതയുള്ള ഒരു വിഷാദരാഗം പടർത്തി നിൽക്കുന്നു.